ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CBSE ക്ലാസ് 7 ഇൻറ്റിജേഴ്സ് അതിൻ്റെ അടുത്ത സെക്ഷനിലാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 5 എക്സസൈസ് 1.1ൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ക്വിസ് ടീം ബി സ്കോർ -40, 10, 0 and team B scored 10, 0, -40 in 3 successive rounds. Which team scored more? Can we say that we can add integers in any order? ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ക്വസ്റ്റ്യൻ മീനിങ് ആദ്യം മനസ്സിലാക്കിയ ശേഷം മാത്രം സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ക്വിസ് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ടീം എ ഉണ്ട്, ടീം ബി ഉണ്ട്, അവരുടെ സ്കോർ തന്നിട്ടുണ്ട്. അവർക്ക് എത്ര സക്സസീവായിട്ട് അവർക്ക് കിട്ടിയ സ്കോർ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ് വിച്ച് ടീം സ്കോർഡ് മോർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടീമിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര ടോട്ടൽ കിട്ടിയെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന് ശേഷം മാത്രം നമുക്ക് ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾക്ക് ടീം എയുടെ നോക്കാം. ആൻസർ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ സ്കോർ ഓഫ് ടീം എ ഇവർ പറഞ്ഞിരിക്കുന്നത് -40 + 10 + 0. അപ്പോൾ നമുക്ക് വരുന്നത് -30 ആണ്. ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു വർക്കിംഗ് കോളത്തിൽ രണ്ടെണ്ണമായിട്ട് ആദ്യം -40 + 10 ചെയ്യാം. ദെൻ നമുക്കറിയാം 0 കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പറാണ് കിട്ടുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? 0 ഈസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ ഇൻറ്റിജേഴ്സ് എന്ന്. അപ്പോൾ ടീം എയുടെ സ്കോർ കിട്ടി -30. നമുക്കൊരു കാര്യം ചെയ്യാം, ടീം ബിയുടെ സ്കോർ നോക്കാം. ടോട്ടൽ സ്കോർ ഓഫ് ടീം ബി എത്ര തന്നിരിക്കുന്നത്? 10 + 0 + -40. ഇതാ സെയിം തന്നെയാണ്, ഓർഡർ മാറ്റി തന്നുള്ളൂ അല്ലേ? നമുക്കിതാ ഫൈനൽ ആൻസർ എന്ത് തന്നെയാണ്? -30 തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്താ നോക്കാം. വിച്ച് ടീം സ്കോർഡ് മോർ? രണ്ടുപേരും സെയിം അല്ലേ? ഓക്കെ, അപ്പം നമ്മൾക്ക് എങ്ങനെ എഴുതാം? ബോത്ത് ദ ടീംസ് scored equally. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടുപേർക്കും സെയിം ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വയ്ക്കാം. ഇനി ചോദിക്കുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ എന്താണ്? ക്യാൻ ബി സേ ദാറ്റ് വി ക്യാൻ ആഡ് ഇൻറ്റിജേഴ്സ് ഇൻ എനി ഓർഡർ. നമുക്ക് നോക്കിയപ്പോൾ ടീം എയ്ക്കും ടീം ബിക്കും സെയിം സ്കോർ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓർഡർ അവർ ചേഞ്ച് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് സെറ്റ് ഓർഡർ, അതായത് ടീം എക്ക് കിട്ടിയ ഓർഡർ അല്ല ടീം ബി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഡർ വ്യത്യാസമായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് ഏത് ഓർഡറിലും എഴുതിയാലും സെയിം തന്നെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അതെന്താ സംശയം അല്ലേ? നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് സെയിം ആൻസർ അല്ല കിട്ടിയത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാ? യെസ് എന്ന് എഴുതാം. യെസ്, വി ക്യാൻ സേ ദാറ്റ് we can add integers in any order. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിനും നമ്മൾ ആൻസർ ചെയ്തു. ഓക്കെ, അടുത്തത് നമുക്ക് ഫോർത്ത് സെറ്റ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ ഫോർത്ത് സെറ്റ് ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാനുള്ളത്. അതും നമ്മൾ ക്വസ്റ്റ്യൻ ഈസിയാണ്, പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ആ കോളം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിയിരിക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ടു മേക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. ടു മേക്ക് ദ ഫോളോയിങ്
statements true. അത് ശരിയായിരിക്കണം കേട്ടോ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരി നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവും വേണേ, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും വേണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സബ് നോക്കാം. നമ്മൾ എപ്പോഴും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് പെന്ന് നിർബന്ധമായിട്ടും വേണം. ചുമ്മാ വീഡിയോ കണ്ടുകൊണ്ടിരിക്കരുത്. ഞാൻ ചെയ്യണേക്കാളും മുന്നേ ആൻസർ കിട്ടുകയാണെങ്കിൽ വീഡിയോ അവിടെ പോസ് ചെയ്തിട്ട് വേഗം ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, -5 + -8 equal -8 + ഡാഷ്. ഓക്കെ, നമുക്ക് ഈക്വൽ ടുവിൻ്റെ LHSൽ തന്നത് -5ഉം -8ഉം പ്ലസ് സൈനിട്ടാണ് തന്നിരിക്കുന്നത്. RHSൽ -8 തന്നിട്ടുണ്ട്, പ്ലസ് ഉണ്ട്. അപ്പോൾ ആരവിടെ മിസ്സിങ്? -5 അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾക്ക് -5 എന്ന് ആൻസർ ചെയ്താം. ബൈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഈ ഡാഷ് ഫിൽ ചെയ്തത്. ഓക്കെ, അടുത്തത് സെക്കൻഡ് സബ് നോക്കാം. -53 + ഡാഷ് ഈക്വൽ ടു -53. നമ്മൾക്ക് അറിയാം ഏതൊരു നമ്പറും ആഡ് ചെയ്യുമ്പോൾ തന്നെ ഫൈനൽ ആൻസർ ദ നമ്പർ ഇറ്റ് സെൽഫ് കിട്ടണമെങ്കിൽ ആ ഡാഷിൻ്റെ അവിടെ എന്തായിരിക്കണം? യെസ്, 0. ഓക്കെ, തേർഡ് സബ് പറയുന്നത് 17 + ഡാഷ് ഈക്വൽ ടു 0. എപ്പോഴാണ് നമുക്ക് 0 കൂട്ട അഡീഷനിൽ? ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കണം, പിന്നെ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കണം. അപ്പം -17 ആണ് ആൻസർ വരുന്നത്. ഭയങ്കര ഈസി അല്ലേ? ഓക്കെ, അടുത്തത് ഫോർത്ത് സബ് വരുന്നത് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു 13 + -12 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് ഡാഷ് ഈക്വൽ ടു 13 + സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക -12 + -7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? യെസ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. കറക്റ്റാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ എത്ര വരുന്ന ഡാഷിൻ്റെ അവിടെ? -7. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ. -4 + in bracket 15 + -3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഈക്വൽസ് in bracket -4 + 15 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് ഡാഷ്. ഇതും എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തന്നെ അല്ലേ? അപ്പോൾ അവിടെ എത്ര വരാം? -3. ഓക്കെ, നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണു. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? നമ്മൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.